Wash Malayali Veettamma presented by Chunga Jewelry, co-branded by Sera and Shakuntala Herbal Hair Tone. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മലയാളി വീട്ടമ്മയുടെ മൂന്നാം ഘട്ടത്തിലെ ആദ്യ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. Flowers celebrating motherhood. മലയാളി വീട്ടമ്മ. അമ്മയും മകളുമായിട്ടുള്ള മനോഹരമായുള്ള ആ ഒരു റിലേഷൻ, ഒപ്പം അവർക്ക് അമ്മയ്ക്ക് കൊടുക്കാനുള്ള ചില സർപ്രൈസുകൾ, ചില ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ്സ് ആയിരിക്കും. ഉണ്ടില്ല എങ്കിലും ഊട്ടും മനസ്സിന്റെ ഉടമയാണ് എൻ്റെ അമ്മ. എന്നും മക്കളെ ഊട്ടും അവളാണ് എന്നെ മനസ്സിലാക്കാൻ കഴിയില്ല. ഭയങ്കര വിഷമം തോന്നിയിരുന്നു. ഇവിടുന്ന് പോവാണല്ലോ, അമ്മയെ വിട്ടിട്ട് പോണ്ടേ. അവളെ വിട്ട് പോകുമ്പോ ആർക്കായാലും വിഷമം ഉണ്ടാവില്ലേ. നമുക്ക് എന്തായാലും കാല് പിടിക്കുമ്പോ അല്ലെങ്കിൽ യാത്ര പോകുമ്പോ ഒരു വിഷമം ഉണ്ടാവുമല്ലോ. ആ ഫീലിംഗ് ഉള്ളൂല്ലോ. മലയാളി വീട്ടമ്മയുടെ മൂന്നാം ഘട്ടത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇനി നമ്മളോടൊപ്പം മലയാളി വീട്ടമ്മ എന്ന ആ ഒരു കിരീടത്തിന് വേണ്ടി മത്സരിക്കാനുള്ളത് 12 മത്സരാർത്ഥികളാണ്, നമ്മുടെ പ്രിയപ്പെട്ട 12 വീട്ടമ്മമാർ. ഈ മൂന്നാം ഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ വീട്ടമ്മമാർ തന്നെയായിരിക്കും അവരെ ജഡ്ജ് ചെയ്യുക എന്നുള്ളതാണ്. 12 വീട്ടമ്മമാരാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. അതിൽ 10 പേരായിരിക്കും ഓരോ ദിവസത്തെയും ജഡ്ജിങ് പാനലിൽ ഉണ്ടാവുക. അന്നേ ദിവസം പെർഫോം ചെയ്യുന്ന 2 പേര് മാത്രമാണ് ആ ജഡ്ജിങ് പാനലിൽ നിന്ന് അന്ന് മാറി നിൽക്കുന്നത്. ജഡ്ജിങ് പാനലിലുള്ള 10 പേർ എല്ലാ ദിവസവും അതാത് ദിവസം അവർ തന്നെ നറുക്കെടുത്ത് 5 പേരുള്ള 2 ഗ്രൂപ്പുകളായി തിരിയുന്നുണ്ടായിരിക്കും. അതിൽ ഒരു ഗ്രൂപ്പ് ഇവിടെ വേദിയിലുള്ള കണ്ടസ്റ്റന്റിനെ സപ്പോർട്ട് ചെയ്യുകയും മറ്റ് ഗ്രൂപ്പ് എന്തെങ്കിലും ക്രിറ്റിസിസംസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് പോയിന്റ്സ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഫോക്കസ് ചെയ്യുകയും അതിനെ വെളിച്ചത്ത് കൊണ്ടുവരികയുമായിരിക്കും ആ ഗ്രൂപ്പിന്റെ ദൗത്യം. അങ്ങനെ 2 ഗ്രൂപ്പുകളാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ വീട്ടമ്മമാരാകുന്ന ജഡ്ജസ് മാർക്ക് ഇടുന്ന ക്രൈറ്റീരിയ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, സപ്പോർട്ട് ചെയ്യുന്ന 5 പേരാണ് ഓരോരുത്തർക്കും ഇൻഡിവിജ്വലി 10 മാർക്ക് വീതം വേദിയിലുള്ള നമ്മുടെ കണ്ടസ്റ്റന്റിന് കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. സോ ടോട്ടൽ 50 മാർക്ക് ഔട്ട് ഓഫ് 50 ആയിരിക്കും അവര് ഒരു മാർക്ക് ഡിസൈഡ് ചെയ്യുന്നത്. ഇനി മറ്റൊരു 10 മാർക്ക് ഔട്ട് ഓഫ് 10 നമുക്ക് മറ്റൊരു ജഡ്ജിങ് പാനൽ, ഒരു സീക്രട്ട് പാനൽ ഓഫ് ജഡ്ജസ് ഉണ്ടായിരിക്കും. അത് നമ്മൾ സെപ്പറേറ്റ് കീപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. ആൻഡ് ഒപ്പോസ് ചെയ്യുന്ന ഗ്രൂപ്പിന് ഇനി സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂപ്പ് കൊടുത്ത മാർക്കിൽ എന്തെങ്കിലും കൂടുതൽ വന്നുപോയി എന്ന് തോന്നിയാൽ അവർക്ക് ഇൻഡിവിജ്വലി ഓരോരുത്തർക്കും 5 മാർക്ക് വീതം കുറയ്ക്കാനുള്ള അവകാശമുണ്ട്. സോ അങ്ങനെയുള്ള ഒരു സിസ്റ്റം ആയിരിക്കും ഇനി മുതൽ ഈ ഒരു മൂന്നാം ഘട്ടത്തിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ കണ്ടസ്റ്റൻസിനെ അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ജഡ്ജസിനെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് പോലെ നിങ്ങൾ 5 പേരായിരിക്കും ഇവിടെ നിൽക്കുന്ന പാർട്ടിസിപ്പന്റിനെ സപ്പോർട്ട് ചെയ്യുന്നത്. 5 പേരായിരിക്കും അവർക്ക് എന്തെങ്കിലും ഫ്ലോസ് ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് എ എന്നും ബി എന്നും എഴുതിയിട്ടുള്ള ലോട്ടാണുള്ളത്. അപ്പോൾ അതിൽ സെലക്ട് ചെയ്യുക. എ എടുക്കുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യുക, ബി എടുക്കുന്നവരൊക്കെ ഒപ്പോസ് ചെയ്യുന്ന ഗ്രൂപ്പിലേക്ക് മാറാം. അപ്പോൾ ഓരോരുത്തരായിട്ട് വന്ന് ലോട്ട് എടുത്തോളൂ. സോ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ കണ്ടസ്റ്റന്റ് ആയ ഡിനിജയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ പോകുന്നവർ അല്ലെങ്കിൽ ഡിനിജയ്ക്ക് മാർക്ക് ഇടാൻ പോകുന്നവര് ഈ നിൽക്കുന്ന 5 പേരാണ്. ആൻഡ് ഡിനിജയ്ക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ പോകുന്നവര് ഇവർ 5 പേരാണ്. മലയാളി വീട്ടമ്മയുടെ ജഡ്ജിങ് പാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ മൂന്നാം ഘട്ടത്തിലുള്ളത് 2 റൗണ്ടുകളാണ്. അതിൽ ഒരു റൗണ്ട് അമ്മ മനസ്സ് എന്ന് നമ്മൾ പേരിട്ടിരിക്കുന്ന ഒരു റൗണ്ടാണ്. ഈ അമ്മ മനസ്സ് എന്ന ആ ഒരു സെഗ്മെന്റിലൂടെ അമ്മയും മകളുമായിട്ടുള്ള മനോഹരമായുള്ള ആ ഒരു റിലേഷൻ,
ഒപ്പം അവർക്ക് അമ്മയ്ക്ക് കൊടുക്കാനുള്ള ചില സർപ്രൈസുകൾ അല്ലെങ്കിൽ അതുപോലെയുള്ള അവരുടെ ആ ഒരു റിലേഷനിലുള്ള ചില ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ്സ് ആയിരിക്കും നമ്മുടെ മുന്നിലേക്ക് അവർ പ്രസന്റ് ചെയ്യുക. ഇനി രണ്ടാമത്തെ സെഗ്മെന്റ് ഒരു കപ്പിൾ റൗണ്ട് തന്നെയാണ്. അപ്പോൾ അതിൽ അവർ വീണ്ടും ഭർത്താക്കന്മാരോടൊപ്പമായിരിക്കും ഈ വേദിയിലേക്ക് എത്തുക. നമ്മുടെ മൂന്നാം ഘട്ടം ഐശ്വര്യമായിട്ട് തുടങ്ങാം. നമുക്ക് ഈ വേദിയിലേക്ക് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. അദ്ദേഹം ഇതിനു മുൻപ് നമ്മുടെ വേദിയിൽ എത്തിയിട്ടുണ്ടെന്ന് മാത്രമല്ല, അതൊരു ഒരു വലിയൊരു ഡിസ്കഷനായി മാറുകയും ടോക്ക് ഓഫ് ദ ടൗൺ എന്ന് പറയാവുന്ന ഒരു രീതിയിലേക്ക് മാറുകയും ചെയ്ത ഒരു എപ്പിസോഡ് നമുക്കിവിടെ ജനിക്കുകയും ചെയ്തു. അദ്ദേഹം വന്ന ഒരു ദിവസം, അമ്മമാരെ കുറിച്ച് പറഞ്ഞ ഒരു ദിവസം. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ മലയാളി വീട്ടമ്മ കണ്ടവരും അല്ലാത്തവരുമായി ഒരുപാട് ആളുകളുടെ ഇടയിലേക്ക് വൈറലായി മാറിയ ഒരു വീഡിയോ ആയിരുന്നു ആ ഒരു എപ്പിസോഡിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ഒരു ക്ലിപ്പ്. അപ്പോൾ അതിനൊക്കെ കാരണക്കാരനായത് സ്വന്തം അമ്മയെക്കുറിച്ച് ഹൃദയസ്പർശിയായി നമ്മളോട് പറഞ്ഞു തന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ തന്നെയാണ് ഈ അമ്മ മനസ്സ് എന്ന സെഗ്മെന്റിന്റെ തുടക്കക്കാരനാവാൻ നമ്മൾ സ്വാഗതം ചെയ്യുന്നത്. മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ഫിലിപ്പ് സാർ, ഒപ്പം അദ്ദേഹത്തിന്റെ ബെറ്റർ ഹാഫ് ഡോളി ചേച്ചി. സോ നമ്മുടെ അന്നത്തെ ആ ഒരു എപ്പിസോഡ്, സന്തോഷം, ഒരുപാട് സന്തോഷം അല്ലെ? ഭയങ്കര റീച്ചായിരുന്നു അതിന്. ഫ്ലവേഴ്സ് ചാനലിലൂടെ തീരാത്ത കടപ്പാടുണ്ട്. മാത്രമല്ല, മാതൃസ്നേഹത്തെക്കുറിച്ച് ഞാൻ പല സ്ഥലങ്ങളിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ ഫ്ലോറിൽ നിന്ന് സംസാരിച്ചപ്പോഴാണ് അത് ഒരുപാട് അമേരിക്കയിൽ നിന്ന് പോലും ഒരുപാട് പേരെന്നെ വിളിച്ചിരുന്നു. ഇവിടെ തന്നെ ഉള്ള ഒരുപാട് അശ്വതി അടക്കം പേഴ്സണലായിട്ടൊക്കെ വിളിച്ചിരുന്നു. ഫിലിപ്പേട്ട നമ്പർ എന്നോട് ചോദിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ എനിക്കും ഡോളിക്കൊക്കെ ഒരുപാട് യാത്രകളിൽ 4000-ഓളം വാട്സപ്പിനകത്ത് മെസ്സേജ്, ഇതെല്ലാം ഫ്ലവേഴ്സ് ചാനലോട് ഒരുപാട് കടപ്പാടുണ്ട്. മാത്രമല്ല, ഇന്ന് എല്ലാവരും അതിൻ്റെ വീഡിയോ കട്ട് ചെയ്തിട്ട് എൻ്റെ നാട്ടിലെല്ലാ ചാനലിനകത്തും പലർക്കും അയച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ. സോ ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മുടെ ആ ഒരു സെഗ്മെന്റ് ആരംഭിക്കുകയാണ്. ഞാൻ ആ കണ്ടസ്റ്റന്റിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. സോ പ്ലീസ് ജോയിൻ us. നമ്മുടെ രണ്ടാം ഘട്ടം അവസാനിച്ചപ്പോൾ ടോപ്പ് സ്കോററായി വന്ന ഡിനിജയാണ് ആദ്യത്തെ കണ്ടസ്റ്റന്റ്. അപ്പൊ എന്താണ് നമുക്ക് വേണ്ടിട്ട് ഒരു സർപ്രൈസ്? നമ്മൾ എന്താണ് കാണാൻ പോകുന്നത്? സർപ്രൈസ് അത് കാണുന്നതല്ലേ നല്ലത്? കാണുന്നത് തന്നെയാണ് നല്ലത്. നമുക്കും അതാണ് ഇഷ്ടം. എന്താണ് അമ്മയുടെ പേരെന്താണ്? അമ്മയുടെ പേര് ജലജ. ഓക്കെ. സോ അപ്പൊ നമുക്ക് എന്താണ് ഡിനിജ അമ്മയ്ക്ക് വേണ്ടി ഒരുക്കിയ ഒരു ആ ഒരു സമ്മാനം അല്ലെങ്കിൽ ആ ഒരു സർപ്രൈസ് എന്ന് നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം. എൻ്റെ അമ്മേനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു വാക്കിലോ 2 വാക്കിലോ ഒതുങ്ങുന്ന കാര്യമല്ല. നിങ്ങൾ എന്നെ കാണുന്നുണ്ടെങ്കിൽ അതിന് പൂർണ്ണമായിട്ടും ഞാൻ എൻ്റെ അമ്മയുടെ ഒരു റിഫ്ലക്ഷനാണ്. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ആണെങ്കിൽ ഞാനും ചേട്ടനും അമ്മയും, അതായത് അച്ഛൻ നാട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മയാണ് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് മാനേജ് ചെയ്യേണ്ടത്. വെച്ചാൽ ഞങ്ങളൊരു ജോയിൻറ്റ് ഫാമിലിയിലായിരുന്നു. അച്ഛൻ്റെ വീട്ടിലാണെങ്കിൽ 9 പേര്, അതിൽ മൂത്ത മകനാണ്. അപ്പോൾ മൂത്ത മരുമകളാണ്. അപ്പോൾ അമ്മയ്ക്ക് അതിൻ്റേതായ കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട്. എൻ്റേതും ചേട്ടൻ്റേതും ആയ എല്ലാ കാര്യങ്ങളും, സ്കൂളിൻ്റെ കാര്യങ്ങളായാലും മറ്റുള്ള കാര്യങ്ങളായാലും ഞങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് വരുവാണെങ്കിൽ തന്നെ അമ്മ അത് വഴക്ക് പറയില്ല, ഞങ്ങൾക്കത് തിരുത്തി തരും. അച്ഛന് പെട്ടെന്ന് അറ്റാക്ക് വന്നു. അപ്പോൾ അച്ഛൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു, പെരിന്തൽമണ്ണ സ്റ്റാൻഡിലെത്തിയപ്പോഴായിരുന്നു പെയിൻ വന്നത്. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലിലോട്ട് ചേഞ്ച് ചെയ്തിട്ട് കണ്ടക്ടറാണ് വിളിച്ച് പറയണത് ഇങ്ങനെ വയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പം പെട്ടെന്ന് അമ്മ ആ ഒരു സിറ്റുവേഷനിൽ തളരാതെ അമ്മ ഞങ്ങളെയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. അത് വെച്ചാൽ ആ നേരത്തെ പകൽ സമയത്ത് ആരും ഇല്ല വീട്ടിൽ. അപ്പോൾ അച്ഛനനിയന്മാരൊക്കെയാണ് ഞങ്ങൾ എന്താവശ്യങ്ങൾക്കും അച്ഛനനിയന്മാരെയാണ് ഡിപ്പെൻഡ് ചെയ്യാറ്. അപ്പോൾ ആ സമയത്ത് വീട്ടിലാരും ഇല്ല. അപ്പോൾ പെട്ടെന്ന് അമ്മ ആ സമയത്ത് ഒരു ധൈര്യം കാണിച്ചിട്ട് എന്താണ് സംഭവിച്ചതെന്ന് നമ്മളടുത്ത് പറയണില്ല, ഹോസ്പിറ്റലാക്കി വയ്യാത്തോണ്ട് എന്ന് പറയുന്നത്. അപ്പം നമുക്കത് ഭയങ്കര ആദ്യമാണ്, എന്താവോ എന്നുള്ളത്. ആ ഒരു ടെൻഷൻ വെച്ചിട്ട് അമ്മ അവിടം വരെ ഞങ്ങളെ കൊണ്ടുപോയി. അവിടെ നിന്നിട്ട് ഒരു 2 ആഴ്ചയോളം ഹോസ്പിറ്റലുണ്ടായിരുന്നു. അമ്മ തന്നെയാണ് അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തത്. അമ്മ അവിടെ തളർന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കും ആരും സപ്പോർട്ടില്ലാതെ ആയിപ്പോൾ. അപ്പോൾ അമ്മയുടെ ആ ഒരു സമയത്ത് അമ്മ സ്ട്രോങ് ആയി നിന്നത് കൊണ്ടാണ്
ആ ഒരു സിറ്റുവേഷൻ ഞങ്ങൾക്ക് മേക്ക് ഓവർ ചെയ്യാൻ പറ്റിയത്. ലൈഫിൽ എന്തൊരു സിറ്റുവേഷൻ വന്നാലും എനിക്കും അത് ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം അമ്മയുടെ ലൈഫ് കണ്ടിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അമ്മയ്ക്ക് ഇപ്പം സ്കിന്നിലൊരു കളറുണ്ട്. അപ്പോൾ അത് അമ്മയ്ക്ക് ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെൽനോസിൻ്റെ കുറവ് കൊണ്ട് വന്നതാണെന്ന് വെച്ചാൽ പപ്പടം കാച്ചുമ്പോൾ കയ്യിലോട്ട് എണ്ണ തെറിച്ചതാണ്. അത് പിന്നെ ഡോക്ടറെ കാണിച്ചിട്ട് അത് സ്പ്രെഡായി. അങ്ങനെ വരുമ്പോൾ അമ്മയ്ക്ക് പിന്നെ അമ്മ ഒതുങ്ങാൻ തുടങ്ങി, പുറത്തോട്ടൊന്നും പോകുന്നില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടു കഴിയുമ്പോൾ അവർക്ക് എന്നെ കാണുമ്പോൾ എന്താണോ ഒരു ഫീൽ, അങ്ങനത്തെ ഒരു ഇത് വരുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം. കുറച്ച് ഒരു 10-15 കൊല്ലം മുമ്പ് ചെറുതായിട്ട് ഒരു തുള്ളി ഇവിടെ ഉണ്ടായിരുന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ ഇംഗ്ലീഷ് മരുന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു മരുന്ന് കഴിച്ചിട്ട് 15 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. ആ മരുന്ന് കഴിച്ചപ്പോൾ ആകെ മുഖത്തൊക്കെ കൂടി. പിന്നെ ഞാൻ വീണ്ടും ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് തന്നെയുള്ളൂ മരുന്ന്, വേറെ മരുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ കുറേ വിഷമിച്ച് ഒരു വേറെ ഡോക്ടറെ മാറിക്കണ്ടു. ഡോക്ടറിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല. ആളൊക്കെ മരുന്ന് തന്നപ്പോൾ അതൊക്കെ കുറഞ്ഞു തുടങ്ങി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിലെ രേഖകളൊക്കെ മാറി തുടങ്ങി. എൻ്റെ വീട് പാലക്കാടാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്നെ ഇങ്ങനെ ഈ രൂപത്തിൽ കണ്ടിട്ടില്ല. അപ്പോൾ അയ്യോ ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ ആവുന്നതും അവിടെ കുറവാണ്. എൻ്റെ കല്യാണത്തിൻ്റെ സമയമായപ്പോഴും അമ്മ അത് ആദ്യം അവരുടെ അടുത്ത് പ്രപ്പോസൽ വന്നപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞ കാര്യം ഇതാണ്, ഇങ്ങനൊരു ഇതുണ്ട്, അപ്പോൾ അത് അറിഞ്ഞിട്ട് വേണം നിങ്ങൾ ഫോർവേഡ് ചെയ്യാനായിട്ട്. അത് നാളെ എൻ്റെ ഒരു ഇത് ഇങ്ങനെ ഒരു കളറുണ്ട്, ഇനിയിപ്പം എൻ്റെ മകൾക്ക് വരുമോ എന്നുള്ള രീതിയിൽ നിങ്ങളൊരിക്കലും ഇതാക്കരുത്, ഞങ്ങൾ പറ്റിച്ചു അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞിട്ടില്ലാണ്ടാണ് കല്യാണം നടത്തിയത്, അങ്ങനത്തെ ഒരു തോന്നൽ ഉണ്ടാവരുത്. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ മുന്നേ പറയണതെന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് അവരുടെ അടുത്ത് വീട്ടിലോട്ട് പെണ്ണ് കാണാനായിട്ട് വരാൻ സമ്മതിച്ചത്. ഞാൻ ആര് വന്നാലും പറയും എനിക്കിങ്ങനെ ഒരു അസുഖമുണ്ട്, നിങ്ങൾ നല്ലപോലെ ആലോചിച്ചിട്ട് തീരുമാനം എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ സുനിലിൻ്റെ അമ്മ വന്നപ്പോഴും ഞാൻ പറഞ്ഞപ്പോൾ അവർക്കത് കുഴപ്പമില്ല, സുനിലിന് തീരെയും കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ കല്യാണം കഴിഞ്ഞു. ബിസിനസ്സിനോടൊരു താല്പര്യം ഒരു ഇടക്കാലത്ത് കണ്ടിരുന്നു. അത് അമ്മയ്ക്ക് കുറച്ചും കൂടി ഈ ഇങ്ങനത്തെ ഒരു സ്കിന്നിൻ്റെ ഒരു പ്രോബ്ലം വന്നപ്പോൾ അമ്മയ്ക്ക് അങ്ങനെ പോയി ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്തിട്ട് അതൊന്ന് മാറിക്കിട്ടി. അതപ്പോൾ അങ്ങനെ ഒരു ഷോപ്പിലോട്ട് സ്വന്തം ഷോപ്പ് തന്നെയാണ് പോയിട്ടാണ് അങ്ങനത്തെ ഒരു ഇത് വന്നത്. അതായത് നമുക്കിപ്പോൾ ആൾക്കാർ കണ്ടാലും നമ്മളെ അറിയുന്നവരാണ്, കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി വന്നതുകൊണ്ട് അമ്മ കുറേയൊക്കെ മിങ്കിൾ ചെയ്യാനായിട്ട് പിന്നെയും പണ്ടത്തെ ആ ഒരു രീതിയിലോട്ട് പിന്നെയും വന്നു. ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് അച്ഛൻ്റെയും അമ്മയുടെയും കണ്ടിട്ട് പഠിച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും അത് വിഷമമുള്ളതാണെങ്കിലും സന്തോഷമുള്ളതാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും എല്ലാതും ഒരേപോലെ രണ്ടുപേരും ഷെയർ ചെയ്യുന്നത് അത് അമ്മയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. ഏത് സാഹചര്യത്തിലും ജീവിക്കാനുള്ള ഒരു തൻ്റെ ഇണം, ഇല്ലായ്മയാണെങ്കിലും അതിൽ ഉൾക്കൊള്ളും. കൂടുതലാണെന്ന് വെച്ചാൽ അത് തകർത്ത് ജീവിക്കാന്ന് പറയുന്നത് അതില്ല. എൻ്റെ കല്യാണം എന്ന് വെച്ചാൽ പെട്ടെന്ന് ആയിട്ടുള്ളൊരു സംഭവമാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസത്തിൻ്റെ ഉള്ളിലായിരുന്നു പെണ്ണ് കാണാൻ വരലും എൻഗേജ്മെൻറ്റും കല്യാണം എല്ലാം നടന്നത്. അപ്പോൾ കല്യാണം എന്തായാലും നടക്കുന്നൊരു സംഭവമാണെന്ന് അറിയാം, എങ്കിൽ കൂടിയിട്ട് പെട്ടെന്നായതുകൊണ്ട് ഒരു ഭയങ്കര വിഷമം തോന്നിയിരുന്നു. ഇവിടുന്ന് പോവുകയാണല്ലോ, അമ്മയെ വിട്ടിട്ട് പോകണ്ടേ, അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അമ്മയ്ക്കും ഉണ്ടായിരുന്നു. അത് തന്നെ അവളെ വിട്ടു പോകുമ്പോൾ ആർക്കായാലും വിഷമം ഉണ്ടാവില്ലേ പെട്ടെന്ന്, അതൊരു വിഷമമുള്ളതല്ല. അത് നമുക്ക് എന്തായാലും കാല് പിടിക്കുമ്പോൾ അല്ലെങ്കിൽ യാത്ര പോകുമ്പോൾ ഒരു വിഷമം ഉണ്ടാവുമല്ലോ, ആ ഫീലിംഗ് ഉള്ളൂ. എല്ലാം അവരുടെ ഭാവി എനിക്ക് വലിയ പ്രശ്നം തന്നെയാണ്. രണ്ടുപേര് അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നതും. പിന്നെ അച്ഛന് സപ്പോർട്ടുണ്ടല്ലോ. അച്ഛനിപ്പോൾ എന്നെ പോലെ അവർക്ക് എല്ലാ കാര്യം അറിയില്ലല്ലോ, മക്കളുടെ കാര്യങ്ങൾ. കല്യാണത്തിൻ്റെ സമയത്ത് ഞാനും അമ്മയുടെ ഒരു സീനായിരുന്നു. അതിപ്പോൾ എല്ലാവരും പറയും അത് ചേച്ചി കെട്ടിപ്പോയി, പക്ഷെ ഇവിടെ ഉള്ളവർ മൊത്തം കരയിപ്പിച്ചിട്ടാണ് പോയെന്ന് പറയും. ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പെട്ടെന്ന് ആയപ്പോൾ നല്ല ഒരു ഹാപ്പിയാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു അമ്മയാവാൻ പോകുന്നു, അതിൻ്റെ ഒരു സ്റ്റേജ് മാറുകയാണ്. അപ്പോൾ അമ്മയാവാൻ പോകണു എന്നുള്ളൊരു സന്തോഷമുണ്ട്. ഞാൻ ഇന്ന് ദിനീജ എന്നൊരു പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി എൻ്റെ അമ്മയാണ്.
കാരണം ഞാനിപ്പോൾ ഒരു അധ്യാപികയാണ്. അപ്പോൾ ആ ഒരു പ്രൊഫഷനിലോട്ട് എത്താൻ, അല്ലെങ്കിൽ നമുക്കൊരു ജോലി വേണം, നമുക്ക് സ്വന്തമായിട്ടൊരു ഏർണിംഗ് ഉണ്ടെങ്കിൽ നമ്മളെ ലൈഫ് പാർട്ട്ണറിനെ നല്ലൊരു സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇത് തോട്ട് വന്നത് തന്നെ അമ്മയുടെ ഒരു ലൈഫ് കണ്ടുകൊണ്ടാണ്. അമ്മയ്ക്ക് വെച്ചാൽ അമ്മ അത്രയും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. എൻ്റേത് ലൈഫിൽ അല്ലെങ്കിൽ എൻ്റെ ക്യാരക്ടറിൽ എന്തെങ്കിലുമൊക്കെ ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് അമ്മയിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. എനിക്ക് തന്ന ടാസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഒത്തിരി ആഗ്രഹമുള്ള ഒരു കാര്യം സാധിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അമ്മ ഒരുപാട് ആഗ്രഹങ്ങൾ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. ഉള്ളതാണെങ്കിൽ തന്നെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളായിരിക്കും. അതെല്ലാം നമ്മൾ അപ്പം തന്നെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അത് ഒരു എന്താ പറയുക, നമ്മളെ കൊണ്ട് സാധിക്കുന്ന സമയത്ത് നമ്മളത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ ചോദിക്കുമ്പോൾ പിന്നെയുള്ള ഒരു ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് സംശയമാണ്. അതായത് എൻ്റെ ബ്രദറ് സ്ക്രിപ്റ്റ് എഴുതും. അപ്പോൾ അത് ഒരു 2-3 എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടനൊരു നല്ലൊരു ലെവലിലെത്തണം. അപ്പോൾ ആ സ്ക്രിപ്റ്റ് ആരെങ്കിലും എടുത്ത് ഫിലിമായിട്ട് പുറത്ത് വരണം എന്നുള്ളതാണ് അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ അതെനിക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് എനിക്കിപ്പം പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതല്ലാതെ വേറൊരു ആഗ്രഹങ്ങളൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. നമ്മള് ഡിനിജയുടെ ടാസ്ക് കണ്ടു. ഡിനിജയുടെ അമ്മയും ആയിട്ടുള്ള ഒരു റിലേഷൻ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുക, അതുപോലെ അമ്മയ്ക്ക് എന്തെങ്കിലും ഓർമ്മിക്കാൻ തക്ക ഒരു സമ്മാനം കൊടുക്കുക, അല്ലേ? അല്ലെങ്കിൽ ഒരു സർപ്രൈസ് കൊടുക്കുക, ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കുക, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക എന്നുള്ളതായിരുന്നു ഡിനിജയുടെ ആ ഒരു ടാസ്കിനെ കംപ്ലീറ്റ് ആക്കുന്നത്. അപ്പോൾ നമ്മളിത് കണ്ടു. അപ്പോൾ നമുക്ക് ചോദിക്കാം, ഫിലിപ്പ് സാർ പറയൂ, ഡിനിജയുടെ അമ്മയെ നമ്മൾ കൂടുതൽ പരിചയപ്പെട്ടു, എന്ത് തോന്നി? എനിക്ക് അമ്മയെ ഒരുപാട് ഈ ടാസ്ക് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അമ്മയുടെ ആ ഒരു വീട്ടിലെ പെരുമാറ്റവും മാത്രമല്ല, നമുക്ക് എല്ലാവരോടും ഞാൻ ഇന്നും ഒരു കുട്ടിയോട് ചോദിച്ചിരുന്നു, ഇന്ന് രാവിലെ ക്ലാസ് വെച്ചപ്പോൾ ആരാ നിങ്ങളുടെ റോൾ മോഡൽ എന്ന്. അപ്പോൾ ഒരു കുട്ടിയോട് പറഞ്ഞു എൻ്റെ റോൾ മോഡൽ ഉസൈൻ ബോൾട്ടാണെന്ന് പറഞ്ഞു, എൻ്റെ റോൾ മോഡൽ. അപ്പോൾ കുറച്ച് കുട്ടിയോട് ഞാൻ ചോദിച്ചപ്പോൾ ഒരുത്തള്ള പറഞ്ഞു മൈക്കിൾ ടൈസൺ, ചിലർ പറഞ്ഞു ടോണി ബ്ലെയർ ആണെന്ന് പറഞ്ഞു, ചിലർ പറഞ്ഞു സച്ചിൻ ടെണ്ടുൽക്കർ ആണെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞു കുറേ പേര്. ഞാൻ ഇനി വേണ്ട, ഭൂരിപക്ഷം അമ്മ റോൾ മോഡൽ ആരാണ് അമ്മയെ റോൾ മോഡലാക്കുന്നത് വെച്ചപ്പം ഏകദേശം ഒരു 70% കുട്ടികൾ കൈവക്കി അമ്മയെ റോൾ മോഡലാക്കുന്നതെന്ന്. അപ്പോൾ എനിക്ക് ഇത് പറയാനുള്ളത്, ഇതിനകത്ത് ദിനിജ ഈ ഷോയുടെ ഇത് പ്ലേ ഓണാക്കിയപ്പോൾ തൊട്ട് എൻ്റെ അമ്മയാണ് എൻ്റെ എല്ലാ വിധത്തിൽ എല്ലാ ഈച്ച് ആൻഡ് എവരി വൺ എൻ്റെ അമ്മയായി എനിക്ക് ബലം നൽകുന്നതെന്ന് പറഞ്ഞാൽ തന്നെ അതിന് ഏറ്റവും പ്രശസ്തമായ അടിപൊളിയായിട്ട് പറയേണ്ട ഒരു വാക്കാണ്. അപ്പം എന്തുകൊണ്ടും എനിക്കതിനകത്ത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ളത് അമ്മയാണ്. മാത്രമല്ല അമ്മയുടെ ആ ഒരു എനിക്ക് ഞാൻ പറയുന്നത് അമ്മയോട് പറഞ്ഞത് അമ്മയുടെ നിറമൊക്കെ ഒരു ഐശ്വര്യം, അമ്മയുടെ നിറം. സോ ഡിനിജ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിനിജ ഒരു ലെറ്റർ കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു കത്ത്, അമ്മയ്ക്ക് വേണ്ടി ഒരു കത്ത്. അപ്പൊ അത് വായിക്കല്ലേ? ഉള്ളറിയാതെ ഞാൻ നോവിച്ചുവെങ്കിലും ഉയിരിനും മേലെയാണ് എന്നമ്മ. ഉണ്ടില്ല എങ്കിലും ഊട്ടും മനസ്സിന്റെ ഉടമയാണ് എന്നിലെ അമ്മ. എന്നും മക്കളെ ഊട്ടും അവളാണ് എന്നമ്മ. എന്താ തോന്നുന്നു ഇപ്പൊ? സന്തോഷമായി മോളിവിടെ നിന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്നെ മനസ്സിലാക്കാൻ കഴിയല്ലോ. പലപ്പോഴും അമ്മമാർക്ക് മക്കളെ മനസ്സിലാക്കാൻ കഴിയും, പക്ഷെ തിരിച്ച് മക്കൾക്ക് അമ്മയെ മനസ്സിലാക്കാൻ കഴിയാന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. അവനും അവളും രണ്ടുപേരും എനിക്ക് ഒരുപോലെ. അതുകൊണ്ടാണ് എൻ്റെ ടാസ്ക് ഞാൻ ഇതാന്ന് പറഞ്ഞതിൻ്റെ കാര്യം. അതായത് അമ്മയ്ക്ക് ഞങ്ങൾ 2 മക്കളും ഒരേപോലെയാണ്. അപ്പോൾ എൻ്റെ ലൈഫ് സെറ്റിൽഡായി. ചേട്ടൻ ജോലി കളഞ്ഞിട്ടല്ല ആള് ഫിലിമിലോട്ട് വരണം എന്ന് പറയുന്നത്. അപ്പം ആളുടെ ഒരു വലിയൊരു ആഗ്രഹമാണ് ഒരു ഫിലിം ചെയ്യണം എന്നുള്ളത്. സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. പക്ഷെ അപ്പം അമ്മ എപ്പോഴും അമ്മയുടെ പ്രാർത്ഥനയിലുള്ള ഒരു കാര്യമാണ് ചേട്ടൻ്റെ ഒരു പ്രോജക്റ്റ് ആരെങ്കിലും എടുക്കണം, നല്ലൊരു ലെവലിലേക്ക് എത്തണം എന്ന്. അപ്പോൾ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ ഈ ഫ്ലോറിൽ എത്താൻ കാരണം എൻ്റെ അമ്മയാണെങ്കിൽ ഈ ഫ്ലോറിൽ നിന്ന് തന്നെ എൻ്റെ ചേട്ടനും നല്ലൊരു സ്റ്റേജിലേക്ക് എത്തുന്ന എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ അമ്മയുടെ ഒരു ആഗ്രഹമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം.
സോ ഡിനിജയുടെ ബ്രദർ ഇവിടെ വന്നിട്ടുണ്ട്. എന്താണ് അദ്ദേഹത്തിന്റെ പേരെന്താണ്? ദിനോജ്. ദിനോജ് എന്നാണ് പേര്. നമസ്കാരം. ഒപ്പം അച്ഛൻ എത്തിയിട്ടുണ്ട്. ദയാനന്ദൻ. ദയാനന്ദൻ എന്നാണ് അച്ഛന്റെ പേര്. കണ്ടതിൽ ഒരുപാട് സന്തോഷം. എന്ത് പറയുന്നു? ഞാൻ KSRTC ഡ്രൈവറാണ്. ആയിരുന്നു 28 വർഷം ജോലി അതിനിടയിൽ പിന്നെ ഗൾഫിൽ പോയി. ഗൾഫിൽ പോയ സമയങ്ങളിലെല്ലാം അമ്മേനെ ഇവർ രണ്ടുപേരും കാര്യങ്ങൾ നോക്കിയത്. അന്ന് ഇവർ വളരെ പ്രായം കുറവാണ്. ഞങ്ങളൊരു കൂട്ടുകുടുംബമായിരുന്നു. അപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ അനിയന്മാർ ഞങ്ങൾ മൊത്തം 7 പേരുണ്ട്. ആ ഒരു കൂട്ടുകുടുംബത്തിലാണ് ഇവർ 12 കൊല്ലം ജീവിച്ചത്. അപ്പോൾ അതിൻ്റെതായ അവർ എല്ലാവരെയും ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഒരു 10 മകനൊരു 10 വയസ്സ്, മകൾക്ക് ഒരു 7 വയസ്സ്, അങ്ങനെ സമയം വന്നപ്പോൾ വേറെ വീട് വെച്ച് ഞങ്ങൾ മാറി. അതിനുശേഷം ജീവിതത്തിൽ ഒരു കഷ്ടപ്പാടുകൾ കുറച്ച് ഒതുങ്ങി കിട്ടി. അവിടെ നിന്നുകൊണ്ടാണ് ഇവർ രണ്ടുപേരും പഠിപ്പിച്ചുണ്ടാക്കിയത്. അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടിൽ കൂടി എന്നെ വളർത്തിണ്ടാക്കിയിട്ടത്. അതിനുള്ള ഗുണങ്ങളും കിട്ടിയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നിൽക്കാനുള്ളൊരു ഭാഗ്യം അവൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി മകനെ ഏത് സ്റ്റേജൊക്കെ കിട്ടാൻ എനിക്ക് പറയാൻ പറ്റില്ല. അത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. അപ്പൊ ഒരുപാട് സന്തോഷം. അമ്മേ നമ്മൾ എപ്പോഴും ഇവിടെ കാണുന്നതാണ്. എപ്പോഴും ഡിനിജയുടെ എന്ത് പെർഫോമൻസ് വരുമ്പോഴും മോളുമായിട്ട് അമ്മ അവിടെ തൊട്ട് സ്റ്റേജിന്റെ പിന്നിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇപ്പോഴാണ് നമ്മൾ ഇത്രയും അടുത്തറിയുന്നത്. അപ്പൊ അതിൽ ഒരുപാട് സന്തോഷം. ഇനി ഇത് ഒരു ടാസ്കിന്റെ ഭാഗം കൂടിയാണ്. ഒപ്പം നമ്മൾ സൊസൈറ്റിയിലേക്ക് നല്ലൊരു മെസ്സേജ് പാസ് ചെയ്യുക എന്നത് കൂടിയാണ് നമ്മുടെ ഉദ്ദേശം. ഇന്ന് നമ്മുടെ ജഡ്ജസ് ആയിരിക്കുന്ന നമ്മുടെ വീട്ടമ്മമാരാണ്. നമുക്ക് അവരോട് ചോദിക്കാം എന്താണ് പറയാനുള്ളത്. ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. പിന്നെ അമ്മേനെ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല പരിചയമാണ്. പിന്നെ വാവേനെയും അച്ഛനെയും ചേട്ടനെയും ഒക്കെ ആദ്യമായിട്ട് കാണാണ്. എന്താ പറയുക, നമ്മൾ ദിനിജയുടെ ഫാമിലിയിൽ ചേർന്ന പോലെ തന്നെയായി. കഥകൾ ഫുള്ള് കേട്ടപ്പോൾ വളരെ ടച്ചിങ് ആയിരുന്നു എന്ന് തന്നെ പറയാം. താങ്ക് യു സർ. അമ്മയുടെ ആ ഒരു പ്രൊഫൈൽ കണ്ടപ്പോൾ ശരിക്കും നമ്മുടെ അമ്മേനെയൊക്കെ ശരിക്കും നമ്മൾ ആലോചിച്ചു. നമ്മുടെ അമ്മ എന്താണോ സാധാരണ അമ്മമാർക്കൊരു ലെവലുണ്ടല്ലോ, നമ്മൾ അതിലേക്ക് പോയി. ഭയങ്കര രസം തോന്നിയിട്ടാ കാണാൻ. നല്ല രസമുണ്ടായിരുന്നു അമ്മയുടെ പ്രൊഫൈല്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു. പിന്നെ ചേട്ടൻ്റെ സ്ക്രിപ്റ്റ് എത്തിക്കാൻ ഒരുപാട് വഴികളുണ്ട്. ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇല്ല, എത്തിയിട്ടുണ്ട്. പക്ഷേ അത് പിന്നെ അത് റിജക്റ്റ് ആയി. അപ്പോൾ അങ്ങനെ ഒരുപാട് മാർഗങ്ങൾ ഇപ്പോൾ ഉണ്ട്. ആ, ദിനിജിക്ക് എന്തായാലും പറ്റും. അതിൽ ഒരു മാർഗമാണ് ഈ സ്റ്റേജ്. ദിനിജയേക്കാൾ ഉപരി അമ്മയോടാണ് പറയാനുള്ളത്. അമ്മ ആ പുറമേ കാണുന്നതൊന്നും അല്ല സൗന്ദര്യം, മനസ്സുകൊണ്ട് ഒരുപാട് സുന്ദരിയാണെന്ന് ഈ പ്രൊഫൈലിലൂടെ അമ്മ തെളിയിച്ചു ചോദിക്കും. അമ്മയുടെ സൗന്ദര്യം കൊണ്ടുവരാൻ പറ്റിയതാണ് ദിനിജയുടെ ഏറ്റവും വലിയ വിജയം ഇന്നത്തെ. ഒബ്വിയസ്ലി നമുക്ക് ഒരു ഓപ്പോസിറ്റ് ടീം കൂടിയുണ്ട് നമ്മുടെ ജഡ്ജിങ് പാനലിൽ. നിങ്ങൾക്ക് നല്ല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടൈം ആണെന്നുള്ളത് നമുക്കും അറിയാം. സോ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ള പോയിന്റ്സ്? എനിക്ക് പ്രൊഫൈൽ ഉണ്ടപ്പോൾ അമ്മയും മകളും തമ്മിലുള്ള ഒരു ശരിക്കും ആഴമേറിയ ബന്ധം എന്താണെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റി. നമ്മുടെയൊക്കെ അമ്മമാരെ പോലെ തന്നെ എനിക്ക് ഈ അമ്മയെ അന്ന് മുതൽ അറിയാൻ തുടങ്ങിയതാണ്. അമ്മയെക്കുറിച്ച് പറയാണ്ടതില്ല ശരിക്കും. പക്ഷേ എന്നിരുന്നാലും ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ദിനീജ അമ്മയ്ക്ക് കൊടുക്കുന്ന ഒരു സർപ്രൈസ് ഗിഫ്റ്റ് അല്ലെങ്കിൽ അമ്മയുടെ ഒരു ആഗ്രഹം സാധിക്കുക എന്നതാണ് ഒരു ടാസ്ക്. അത് ദിനീജയ്ക്ക് ശരിക്കും ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നുണ്ടോ ദിനീജ? അമ്മയുടെ ഒരു വലിയൊരു ആഗ്രഹമാണ് ഇത്. ഈ ഒരു ആഗ്രഹമാണ് ഞാൻ ഇവിടെ സ്റ്റേജിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് അമ്മ ഒത്തിരി ഒന്നും ആഗ്രഹിക്കില്ല, എനിക്ക് അത് വേണം അല്ലെങ്കിൽ അവിടെ പോകണം അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ആഗ്രഹിക്കുന്ന അച്ഛനോട് പറയുന്നത് പോലും ഞാൻ എൻ്റെ കുഞ്ഞിലെ കണ്ടിട്ടില്ല. എന്നിട്ട് അച്ഛൻ ഇടയ്ക്ക് ലീവിന് വരുള്ളൂ. അപ്പോൾ ഒത്തിരി ആഗ്രഹങ്ങൾ ഉണ്ടാവും. എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തരണം, അല്ലെങ്കിൽ ഇങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ അവരെ കാണണം, അങ്ങനെയൊക്കെ പറയാം. പക്ഷെ അമ്മ ഒന്നും അങ്ങനെ ഞങ്ങൾ പറഞ്ഞു കണ്ടിട്ടില്ല. ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു എന്ന് എനിക്കും തോന്നുന്നില്ല പേഴ്സണലി. എനിക്ക് തോന്നുന്നു ദിനീജ അമ്മ ചിലപ്പോൾ പറയുന്നുണ്ടാവില്ല ആഗ്രഹങ്ങളൊന്നും. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഏതൊരു അമ്മയ്ക്കും ഒരു മോളൊരു സർപ്രൈസ് കൊടുക്കുമ്പോൾ അത് ഇപ്പം അമ്മയ്ക്ക് ആഗ്രഹം ഇല്ലെങ്കിൽ തന്നെ അത് വളരെ സന്തോഷം കൊടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ഒരു സ്ക്രിപ്റ്റിൻ്റെ കാര്യം ദിനീജ ശരിയാണ്, നല്ലൊരു എഫേർട്ടാണ് എടുത്തത്. ഈ ഒരു സ്റ്റേജ് യൂട്ടിലൈസ് ചെയ്തു. പക്ഷേ അതിനൊരു റിസൾട്ട് വന്നിട്ടില്ല. ഇപ്പോൾ അമ്മയുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അതൊരു സിനിമയായി കാണുക എന്നുള്ളതാണ്. പക്ഷേ ദിനീജ എഫേർട്ട് എടുത്തു, ദാറ്റ് ഈസ് വെരി ഗുഡ്. പക്ഷേ അതൊരു റിസൾട്ടായിട്ട് വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് ഇപ്പം എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് ഇതിൻ്റെ ഫൈനൽ ആകുമ്പോഴത്തേക്കും ഇതിനുള്ള റിസൾട്ട് കിട്ടുമെന്ന്.
ദിനിജ ചെയ്തൊരു കാര്യം അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ പറയാണ്, അത് പറഞ്ഞതിനോട് കൂടി തന്നെ മേ ബി അമ്മയ്ക്കൊരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളതോ എന്തെങ്കിലും ഒരു സർപ്രൈസ് ഗിഫ്റ്റും കൂടി കൊടുക്കായിരുന്നു. അപ്പോൾ ആ ടാസ്ക് ഒന്ന് കംപ്ലീറ്റഡ് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. സോ നമ്മുടെ ഓപ്പോസിംഗ് ടീം അവരുടെ കുറച്ച് വിലയിരുത്തലുകൾ, ടാസ്ക് കംപ്ലീറ്റ് ആയില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കൂടി ഇതിന്റെ കൂടെ ആഡ് ഓൺ ചെയ്യാമായിരുന്നു എന്നൊരു സജഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ടീമിന് എന്തെങ്കിലും കമന്റ്സ് ഉണ്ടോ അതിൽ? അതിൽ നിങ്ങൾക്ക് കമന്റ്സ് ഇല്ല. ഓക്കെ, സോ ദിനിജയെ സപ്പോർട്ട് ചെയ്യുന്ന ടീമാണ് മാർക്സ് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഔട്ട് ഓഫ് 10 ഞാൻ ദിനിജയ്ക്ക് ഇടുന്നത് 5 മാർക്സ് ആണ്. ദിനിജ, അമ്മയ്ക്ക് ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ സർപ്രൈസ് കൊടുക്കണം. കൊടുത്തിട്ടില്ല എന്നല്ല, ഞാൻ കൊടുക്കാറുണ്ട്. പക്ഷേ ഞാൻ ദിനിജനോ നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല. ഇനി അങ്ങോട്ടേക്ക് അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ സർപ്രൈസ് കൊടുക്കുക, അമ്മേനെ ഇടയ്ക്കിടയ്ക്ക് സന്തോഷിപ്പിക്കുക. അമ്മ ചിലപ്പോൾ അമ്മയുടെ ആഗ്രഹം പറഞ്ഞു എന്ന് വരില്ല. ദിനിജ പറഞ്ഞു ഇത്ര നാളായിട്ട് അമ്മയുടെ ഒരു ആഗ്രഹവും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അല്ല, പറഞ്ഞൊരു ആഗ്രഹമാണ് ഇത്. നമ്മളിവിടെ ചെയ്യാത്ത ഒരു കാര്യമല്ലേ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത്. ഓക്കെ, അതെ, അങ്ങനെയാണ്. ശരിയാണ്. പിന്നെ ഇത് പറഞ്ഞ പോലെ നമുക്കൊരു ടാസ്ക്കാണ്. അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ദിനിജയ്ക്ക് 5 മാർക്ക്. താങ്ക് യു. ദിനിജയ്ക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കുന്നു. ഇപ്പോൾ ശ്രുതി ഒക്കെ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പോൾ ഈ സ്ക്രിപ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതിപ്പോൾ പെട്ടെന്ന് ഒന്നും ആവണമെന്നില്ലല്ലോ, അത് കുറച്ച് കഴിഞ്ഞൊക്കെ അല്ലേ. അപ്പം ഇപ്പോൾ ഒരു അതിനെക്കൊണ്ട് പറ്റില്ല. എനിക്ക് കൂടുതലൊന്നുമില്ല. ഇവരെല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ടാസ്ക് കംപ്ലീറ്റ് ആയില്ല എന്നുള്ളൊരു ഫീലാണ് എനിക്കുണ്ടായത്. അതുകൊണ്ട് എൻ്റെ മാർക്ക് 5. ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നതും നമ്മളായിട്ടൊരു സർപ്രൈസ് കൊടുക്കുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ സർപ്രൈസ് എന്ന് പറയുന്നത് ആഗ്രഹ സബലീകരണമല്ല, അവരൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊരു സർപ്രൈസ് അമ്മയ്ക്ക് കൊടുക്കായിരുന്നു. സോ 5. താങ്ക് യു. സോ അവരെല്ലാവരും ഔട്ട് ഓഫ് 10 5 മാർക്സ് വെച്ചിട്ടാണ് തന്നിട്ടുള്ളത്. സോ ടോട്ടൽ ദിനജയ്ക്ക് ഇപ്പോൾ കിട്ടുന്നത് 25 മാർക്സ് ആണ് ഔട്ട് ഓഫ് 50. ഇനി അതിനകത്തുനിന്ന് എന്തെങ്കിലും കുറവ് വരുത്തേണ്ട കാര്യമുണ്ടോ? ഇല്ല, വി ആർ ഓക്കെ വിത്ത് ദ മാർക്സ്. സോ ദിനിജയുടെ ഇതിലെ ഫൈനൽ സ്കോർ എന്ന് പറയുന്നത് ഔട്ട് ഓഫ് 50 25 ആണ്. ആൻഡ് നമ്മളൊരു 10 മാർക്ക് ഔട്ട് ഓഫ് 10 നമ്മൾ കുറച്ച് മാർക്ക് സേവ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. അത് വേറൊരു അവസരത്തിൽ നമ്മുടെ ടീം തന്നെ, നമ്മുടെ മലയാളി വീട്ടമ്മയുടെ ടീം തന്നെ അത് പുറത്തേക്ക് അറിയിക്കുന്നതായിരിക്കും. സോ അതുവരെ ദിനിജയുടെ മാർക്ക് 25 ആണ് ഈ അമ്മ മനസ്സ് റൗണ്ടിൽ. താങ്ക് യു. എന്തോ ഇവര് 5 പേര് വിട്ട മാർക്കില്ലേ, ആ മാർക്കിനെ ഒന്ന് നിങ്ങൾ മുഖവിലേക്ക് എടുക്കണം. എനിക്ക് പറയാനുള്ളത്, അമ്മ ഇവിടെ നിന്ന് പറയായിരുന്നു ബിനോജ് എഴുതിയിരിക്കുന്ന സ്ക്രിപ്റ്റ് ആശാശ്വരത്തിനെ വെച്ചിട്ടും ജയറാമേട്ടനെ വെച്ചിട്ടും ജയറാമേട്ടൻ്റെ മകനെ വെച്ചിട്ടും മുടിയനായ പുത്രനായിട്ട് ചെയ്യണമെന്ന് മകൻ ആ സ്ക്രിപ്റ്റ് ഞാനും വായിച്ചിട്ടുണ്ട്. മകനെ അത് നടക്കുമെന്ന് പറഞ്ഞപ്പം ഈ ഒരു ഫ്ലോറിൽ ആ ദിനിജ് അത് വിളംബരം അത് പറഞ്ഞപ്പം ഒരു പക്ഷേ മലയാളി വിട്ടമ്മയുടെ ഫ്ലോറിൽ വെച്ച് ജയറാമേട്ട കേൾക്കുന്നുണ്ടെങ്കിൽ ഈ സ്ക്രിപ്റ്റ് ഒന്ന് വായിക്കാൻ മനസ്സ് കാണിക്കണം. ഒരു പക്ഷേ അതായിരിക്കും ഒരു സൂപ്പർ ഹിറ്റായ സിനിമയാകാൻ സാധ്യത എന്നെൻ്റെ ഒരു ചെറിയ അഭ്യർത്ഥനയുണ്ട്. അപ്പം നടക്കും, ഉറപ്പെടുത്തും കേട്ടോ. താങ്ക് യു സോ മച്ച്. ദിനിജ, ഓൾ ദി ബെസ്റ്റ്. Thank യു സോ മച്ച്. നമ്മൾ ഈ 3rd സ്റ്റേജിലെ നമ്മുടെ അടുത്ത റൗണ്ടിലേക്ക് പോവുകയാണ്. അത് മറ്റൊന്നല്ല, അതൊരു കപ്പിൾ റൗണ്ടാണ്. കപ്പിൾ റൗണ്ടിലേക്ക് ഇന്ന് ആദ്യമായിട്ട് എത്തുന്നത് നമ്മുടെ കണ്ടസ്റ്റന്റ് അല്ല, കണ്ടസ്റ്റന്റിന്റെ ഭർത്താവാണ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ ജയൻ ചേട്ടൻ. അപ്പൊ എങ്ങനെയാ നമ്മള് ഭാര്യയെ വിളിക്കല്ലേ? ഞാൻ വിളിക്കണം. ഞാൻ വിളിക്കണമെന്ന് ചോദിച്ച സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നു അതായിരിക്കും കറക്റ്റ് എന്നല്ലേ. എങ്ങനെയാണ് ഭാര്യ ഈ വേദിയിലേക്ക് ഏറ്റവും നന്നായിട്ട് വെൽക്കം ചെയ്യാൻ പറ്റണം? അതുപോലെ ഒന്ന് ഇൻവൈറ്റ് ചെയ്തോളൂ. റെഡിയായോ? ഇപ്പൊ ഒന്ന് റെഡി ആയിക്കോട്ടെ. ഇത് എപ്പോഴും ഇങ്ങനെയാണോ? എപ്പോഴും ഇങ്ങനെയാ. ഒരു ചെറിയ പോരായ്മയുണ്ടല്ലോ. എന്താ പോരായ്മയുണ്ടോ? എന്തത് ഉണ്ടോ? എനിക്കറിയില്ല. അപ്പോ ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ പിന്നീട്ട് കൊടുത്താ മുടിയല്ലേ? ഇത് ജയൻ ചേട്ടനാണോ പിന്നെ തന്നെ? പിന്നെ പഠിച്ചല്ലേ? എന്നാ പിന്നെ ആ പൂ കൂടി അങ്ങോട്ട് വെച്ചോളൂ. ആ മംഗളകർമ്മം കൂടെ നടക്കട്ടെ.
സംഭവം എന്താന്ന് വെച്ചാല് നമ്മൾ ജയൻ ചേട്ടന് കൊടുത്തിരുന്ന ഒരു ചെറിയൊരു ടാസ്ക് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഏറ്റവും ക്രിയേറ്റീവായിട്ട് ഭാര്യ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക. അങ്ങനെയാണ് ഇവരുടെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടി അവർ തന്നെ പ്ലാൻ ചെയ്ത് അവർ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്തൊരു സംഭവമാണ് ഇപ്പൊ കണ്ടത്. നന്നായിട്ടുണ്ടായിരുന്നു അല്ലേ? സോ നമ്മൾ റിയൽ ടാസ്കിലേക്ക് അല്ലെങ്കിൽ ആ ടാസ്കിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ഓക്കെ, സോ നമ്മൾ ഇവർക്ക് കൊടുക്കാൻ പോകുന്ന ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, ബബിത നമുക്കറിയാം, ബബിത ഒരു വീട്ടമ്മ മാത്രമല്ല, ഒരു അധ്യാപിക മാത്രമല്ല, ഒരു സാമൂഹിക പ്രവർത്തകയൊക്കെയാണ്. അങ്ങനെ ഒരുപാട് മൾട്ടി ടാസ്കിങ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അപ്പോൾ ബബിത എത്രത്തോളം സത്യസന്ധയാണ് അല്ലെങ്കിൽ എത്രത്തോളം ജെനുവിൻ ആണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഇവിടെ സംസാരിക്കണം. സ്പെഷ്യലി ജയൻ ചേട്ടനാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടാവുക. പക്ഷെ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കണം. ആ സ്ഥാപിക്കുന്നതിൽ ഇപ്പോൾ എത്രത്തോളം സത്യസന്ധയാണ് എന്ന് നിങ്ങൾ സംസാരിച്ച് സ്ഥാപിക്കുന്നതിൽ അതിനെ അനുകൂലിക്കുന്ന സംഭവങ്ങൾ വേണം. അതായത് ഇൻസിഡൻസ് എന്തെങ്കിലും കോട്ട് ചെയ്യാനുണ്ടാവണം, സാഹചര്യങ്ങൾ, വ്യക്തികൾ, അങ്ങനെ പലതും ചേർന്നിട്ട് നിങ്ങളത് സ്ഥാപിക്കണം, നിങ്ങളുടെ ലൈഫിലെ എക്സ്പീരിയൻസ് കോട്ട് ചെയ്ത്. സോ 5 മിനിറ്റ് ആണ് ടോട്ടൽ പ്രസന്റേഷന് വേണ്ടി നിങ്ങൾക്ക് രണ്ടുപേർക്കും ചേർന്ന് കിട്ടാൻ പോകുന്ന സമയം. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഞങ്ങളൊരു കൂട്ടുകുടുംബമായിരുന്നു ആണ്. വിവാഹത്തിന് ശേഷം ഇപ്പം 10 വർഷമായി ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നു. ഞങ്ങൾ ആ കുടുംബത്തിൽ ഇത്രയും ഐക്യത്തോടെ നിൽക്കണമെങ്കിൽ എൻ്റെ ബബിയാണെങ്കിൽ പോലും വളരെ ആത്മാർത്ഥതയോടെ എൻ്റെ അച്ഛനെ ആയാലും അമ്മയായാലും എൻ്റെ മക്കളെ ആയാലും എൻ്റെ അനുജൻ്റെ മക്കളെ ആയാലും ഒക്കെ സംരക്ഷിക്കുന്നതിലും മേൽനോട്ടം വഹിക്കുന്നതിലും വളരെ ഉത്തരവാദിത്വത്തോടെ തന്നെ 100% തന്നെ ജെനുവിനായിട്ട് നിന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു, എനിക്ക് പെട്ടെന്ന് ബബിയെ പറ്റി പറയുമ്പോൾ അതാണ് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. പിന്നെ ബബിത ഇറങ്ങിയിട്ടുള്ള മേഖലകൾ എനിക്ക് തന്നെ അറിയാം. വിവാഹം കഴിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ടീച്ചിങ് മേഖല ഞാനാണ് പറയുന്നത്. ഇപ്പം BSc കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ സിസ്റ്റം ആയിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹത്തോടെ നീതി പുലർത്തുകയും 100% ഒരു ടീച്ചറായി പ്രവേശിക്കുകയും ചെയ്തു. അത് എന്നെ സംബന്ധിച്ചോളം എനിക്ക് വളരെ അഭിമാനകരമായിട്ട് പറയാവുന്നൊരു നിമിഷമാണ് ഈ വേദിയിൽ. പിന്നെ പറയാനുള്ളത് പൊളിറ്റിക്സിലായാലും അതുപോലെ ഏറ്റെടുക്കുന്ന ഓരോ പരിപാടികളിലായാലും അതിൻ്റെ അങ്ങേയറ്റം വരെ, അതായത് നമ്മൾ തുടങ്ങുന്ന ഒരു പരിപാടി, ഇപ്പോൾ ഒരുപാട് പ്രോഗ്രാമുകൾ, ലഹരിയുടെ ഒരു പരിപാടി നടത്താം, അതുപോലെ തന്നെ മറ്റ് ഒരുപാട് പ്രോഗ്രാമുകൾ, ആഴ്ചയിൽ 3 പ്രോഗ്രാമെങ്കിലും കുറഞ്ഞത് ബബിത തന്നെ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. ആ നടത്തുന്ന പരിപാടികൾ 100% വിജയത്തിലെത്തിക്കുന്നത് എനിക്ക് കാണാൻ പറ്റും. ഞാനത് ഉള്ളുകൊണ്ട് വളരെയധികം സന്തോഷിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ ബബിത ഞാൻ ഏൽക്കുന്ന കാര്യത്തിൽ ഞാൻ ഒരുപാട് പുകഴ്ത്തി പറയുകയല്ല, ഞാനത് നടന്നു കൊണ്ടുപോകുന്ന കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇത്രയാണ് ഞാൻ പെട്ടെന്ന് എനിക്കൊരു ഓർമ്മയിൽ വന്നത്. ബബിത കൂടുതലായിട്ട് ഏതായാലും ഇത്രയും കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അതിൻ്റെ ഏറ്റവും സന്തോഷത്തിൽ നിന്ന് ഞാൻ തുടങ്ങുകയാണ്. നമ്മളെ അംഗീകരിക്കപ്പെട്ടതിൽ, നമ്മളുടെ ഒരു സ്വഭാവം മനസ്സിലാക്കിയതിലുള്ള സന്തോഷത്തിൽ തുടങ്ങിയാണ്. എൻ്റെ ടാസ്ക് എന്ന് പറയുന്നത് എന്താണ് ഞാൻ എന്ന് ഇവിടെ പ്രൂവ് ചെയ്യണം എന്നുള്ളതാണ്. ശരിക്കും എന്താണ് ഞാൻ? എനിക്ക് ഏറ്റവും ഉറപ്പിച്ച് പറയാൻ കഴിയും, ഞാൻ 100% നീതി പുലർത്തുന്ന, അത് എൻ്റെ ഏത് മേഖല ഇവിടെ പറഞ്ഞല്ലോ, എനിക്ക് ഏറ്റവും സന്തോഷമുണ്ട്. അങ്ങനെ തുടങ്ങുമ്പോൾ എനിക്ക് എടുത്തു പറയേണ്ടത് എൻ്റെ അമ്മൂമ്മയെക്കുറിച്ചാണ്. അവിടെ നിന്ന് ഞാൻ തുടങ്ങുകയാണ്. എൻ്റെ ഏറ്റവും ചെറിയ പ്രായത്തിൽ തൊട്ട് എന്നെ വളർത്തി നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്ന ആ നിമിഷം മുതൽ, അത് മനസ്സിലാക്കാൻ തുടങ്ങിയ നിമിഷം മുതൽ ഇവിടെ നിൽക്കുന്ന ഈ നിമിഷം വരെയും, ഇനി എൻ്റെ ഈ ജീവിതം ഒടുങ്ങുന്നത് വരെയും എനിക്ക് ഉറപ്പിച്ച് പറയാം, ഞാൻ എൻ്റെ എല്ലാ മേഖലകളിലും 100% സത്യസന്ധത പുലർത്തും, ജെന്യുവിൻ ആയിരിക്കും. ഒരു ജെന്യുവിൻ പേഴ്സൺ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് നമുക്കൊരു മുഖമുണ്ട്, നമ്മളുടേതായ സ്വഭാവം, നമ്മളുടേതായ വ്യക്തിത്വമുള്ള ഒരു മുഖം. ആ മുഖത്തിൻ്റെ പുറമെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒരു മുഖംമൂടി വെക്കുക, അതിൻ്റെ പുറത്ത് മറ്റൊരു മുഖംമൂടി, വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ വേറൊരു മുഖംമൂടി, അതിൻ്റെ ആവശ്യമില്ല. നമുക്കൊരു സ്വഭാവമുണ്ട്, ആ സ്വഭാവം എവിടെ ചെന്നാലും. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറഞ്ഞതുപോലെ എൻ്റെ ബാല്യകാലത്ത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മകളാണ് എന്നുള്ള ആ മകളെന്ന രീതിയിലും, സഹോദരി എന്ന രീതിയിലും, ഒരു ഭാര്യ എന്ന രീതിയിലും, അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാർക്ക് ഒരു നല്ല കൂട്ടുകാരി എന്ന രീതിയിലും ഞാൻ തികച്ചും എങ്ങനെയാണോ അവരോട് തമാശ പറയേണ്ടടുത്ത് തമാശ, കുറച്ചുകൂടെ പേഴ്സണലായി നിങ്ങൾക്ക് നന്നായിട്ട് അറിയാതെ പേഴ്സണലായി തമാശ പറയേണ്ടടുത്ത് ആ തമാശകൾ, സീരിയസ് ആവേണ്ടടുത്ത് സീരിയസ് ആവുക. നമ്മുടെ ഏത് ജോലിയും, ഇപ്പോൾ ഇവിടെ അധ്യാപനം പറഞ്ഞു, ഞാൻ 100% എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, എൻ്റെ മുന്നിലിരിക്കുന്നത് ഫയലുകളല്ല, ജീവനുള്ള കുഞ്ഞുങ്ങളാണ്, നാളെയുടെ തലമുറകളാണ്. അതുകൊണ്ട് തന്നെ
മാസാവസാനം ശമ്പളം വാങ്ങാൻ പോകുന്ന ഒരു ജോലിക്ക് പോകുന്നു എന്നതിൻ്റെ അപ്പുറത്തേക്ക് എൻ്റെ ഓരോ കുഞ്ഞുങ്ങളെ എൻ്റെ മക്കളായി കണ്ടുകൊണ്ട് എനിക്കതിന് ഒരുപാട് ഇൻസിഡൻസ് പറയാനുണ്ട്. ഇപ്പോഴും എനിക്ക് ഉറപ്പിച്ച് പറയാം, എൻ്റെ ക്ലാസ്സിലെ ഓരോ കുട്ടിയുടെയും വീട്ടിലെ അവൻ്റെ അവസ്ഥ പോലും കൃത്യമായി എനിക്ക് പറയാൻ പറ്റും. അത്തരത്തിൽ ആ ജോലി ഏറ്റെടുത്ത് ചെയ്യുന്നു. അതുപോലെ തന്നെ ഞാൻ പ്രവർത്തിക്കുന്ന മേഖല പൊതുപ്രവർത്തനം, എല്ലാവർക്കും അറിയാം, സ്ത്രീകൾക്ക് ഏറ്റവും പ്രയാസമുള്ള ഒരു മേഖലയിൽ ചെല്ലുമ്പോൾ എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ കറ പുരളുന്ന നമ്മുടെ സ്വഭാവത്തിന് പേരുദോഷം കേൾക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് പൊതുപ്രവർത്തനം എന്ന് പറയുന്നത്. എല്ലാവരും ഈ രാഷ്ട്രീയക്കാരെ പൊതുപ്രവർത്തകരെ കാണുന്ന ഒരു കാരണമാണ്. കാരണം നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി വോട്ടിന് വേണ്ടി ചിരിച്ചു കാണിക്കുന്നവർ എന്ന് ഒരു ദുഷ്പേര് പൊതുവേ ഉള്ള ഒരു മേഖലയാണ്. പക്ഷെ എനിക്ക് മാതൃകയായ ഒരുപാട് ആളുകൾ എൻ്റെ മുന്നിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയും എനിക്ക് ഉറപ്പിച്ച് പറയാം, ഒരു നല്ല പൊതുപ്രവർത്തക എന്ന രീതിയിൽ ഞാൻ 100% സത്യസന്ധം. ഞാൻ പറയുന്നത് വേറെ എങ്ങുമല്ല, എൻ്റെ കൂട്ടുകാരുടെ മുന്നിലാണ്, ഒരുപാട് ലക്ഷോപലക്ഷം പ്രേക്ഷകരുടെ മുന്നിലാണ്, എന്നെ അറിയാവുന്നവരുടെ മുന്നിലാണ്, എന്നെ അറിയാത്തവരുടെ മുന്നിലാണ്. അതുകൊണ്ട് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഞാൻ പ്രവർത്തിക്കുന്ന മേഖലയിൽ 100% ഞാൻ സത്യസന്ധയാണ്. ഈ പരിപാടി കണ്ടുകൊണ്ട് ഒരാളും എതിർത്ത് പറയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരു ചെറിയ കൈക്കൂലി വാങ്ങുകയോ ആർക്കെങ്കിലും വേണ്ടി മറ്റെന്തെങ്കിലും ചെയ്യുകയോ അങ്ങനെ ഒന്നും ഒരു രീതിയിൽ, കാരണം എനിക്കൊരു പേഴ്സണാലിറ്റി ഉണ്ട്, എനിക്കൊരു ക്യാരക്ടറുണ്ട്. അതിനെ വിട്ടുകൊണ്ട് ഒരു രീതിയിലുമുള്ള കോംപ്രമൈസിന് ഞാൻ തയ്യാറാവില്ല. അതുപോലെ തന്നെ ഇപ്പോൾ എനിക്കൊരു സ്വഭാവമുണ്ട്, ഞാൻ എന്തോ എക്സ്പ്രസ് ചെയ്യുന്ന, അതായത് ചിരിയാണെങ്കിൽ അങ്ങനെ, കരച്ചിലാണെങ്കിൽ അങ്ങനെ, വല്ലാത്ത ഒരു എക്സ്പ്രസീവ്. എല്ലാവരും ചോദിക്കാറുണ്ട് ഡാൻസിൻ്റെ അതാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജെനുവിനിറ്റിയെ എല്ലാം ഒരു അഭിനയമാണോ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെയല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ ഈ ടൈം അപ്പൊ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ബബിത ഇങ്ങനെ സംസാരിച്ച് അതൊരു പ്രൊഫഷന്റെ ഒരു ശീലവും കൂടെ ആണെന്ന് തോന്നുന്നല്ലേ? വീട്ടിലെങ്ങനെയാണോ ജയൻചേട്ടാ സംസാരിക്കാൻ അവസരം തരുമോ ജയൻചേട്ടന്? ആവശ്യമുള്ളതെല്ലാം പറയാം. സോ ബബിതയുടെ ആ ഒരു പ്രസന്റേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ബബിത കൂടുതലും ബബിതയുടെ പേഴ്സണൽ ലൈഫിനെ കണക്ട് ചെയ്യാനാണോ ശ്രമിച്ചത്, അതോ പ്രൊഫഷണൽ ലൈഫിനെ കണക്ട് ചെയ്യാനാണോ? രണ്ടും ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? സോ നമുക്ക് നമ്മുടെ ജഡ്ജസിലേക്ക് പോവാം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ചേട്ടൻ ആ തുടക്കമൊക്കെ ഇൻട്രൊഡക്ഷൻ ചെയ്തത് ഭയങ്കര നന്നായിരുന്നു. ചേട്ടൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു സാധനമാണ്. നന്നായിട്ട് ബബിതയെക്കാളും നന്നായിട്ട് അഭിനയിക്കാൻ അറിയാമെന്ന് ഇപ്പോൾ ചേട്ടൻ കാണിച്ചു തന്നു കേട്ടോ. ഇനിയിപ്പോൾ സ്വന്തം കോട്ടിലല്ല. പിന്നെ ആ ക്വാളിറ്റീസ് പറഞ്ഞതിൽ ഒരു പോസിറ്റീവായിട്ട് തോന്നിയ കാര്യം, രാഷ്ട്രീയക്കാരിയായിട്ടും കറപുരലാത്ത, ആരെയും ഒന്നും വാങ്ങാതെയും അങ്ങനെയൊക്കെ ചെയ്യുന്നു പറയുന്നത് അതൊരു സത്യസന്ധതയുടെ ഒരു ബിഗ് പോയിന്റ് ആയിട്ട് തോന്നി. കൊള്ളായിരുന്നു. താങ്ക് യു. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയൻ ചേട്ടന് കുറച്ചും കൂടെ ബബിതേനെ സപ്പോർട്ട് ചെയ്ത് ആ ഒരു കാര്യങ്ങൾ കുറച്ചും കൂടെ പറയാമായിരുന്നു എന്ന് തോന്നുന്നു സത്യസന്ധതയെ പറ്റി. ജയൻ ചേട്ടൻ എനിക്ക് തോന്നുന്നു ബബിത ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി സംസാരിച്ചെങ്കിലും സത്യസന്ധതയുടെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റോ അങ്ങനെ എന്തെങ്കിലും കോട്ട് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ശരിക്കും ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത് ഒരു സത്യസന്ധതയുടെ ഭാഗമാണ്. സത്യസന്ധത ഉണ്ടെങ്കിൽ മാത്രമേ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവൂ. എവിടെയാണ് പവർ എന്ന് വെച്ചാൽ നമ്മൾ സത്യസന്ധമായ ഒരു കാര്യം ചെയ്യുന്ന ഒരാൾക്ക് അധികാരമുണ്ടാകും, പവർ ഉണ്ടാകും, പവർഫുൾ ആകും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിനോട് വിയോജിപ്പുണ്ട്. ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത് ഒരു സത്യസന്ധതയുടെ ഭാഗമാണ്. അതിനോട് വിയോജിപ്പുണ്ട്. ഇരിക്കുന്നവരെല്ലാവരും സത്യസന്ധര ആവണമെന്നില്ല. ഇല്ല. അപ്പോൾ ഇവിടെ കൊടുത്തിരുന്ന ടാസ്ക് എന്ന് വെച്ചാൽ നമ്മൾ അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഇൻസിഡൻസ് എടുത്തു പറയണമെന്ന് പറഞ്ഞിരുന്നു. അത് മിസ്സിങ് ആയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ബബിത പറഞ്ഞു ഞാൻ ഇതുവരെ കൈക്കൂലി വാങ്ങിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ അവോയ്ഡ് ചെയ്തിരുന്നു? അങ്ങനെ പറയുമ്പോൾ അതിന് ഒരു പ്രൂഫ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മളത് പറയുന്നതിനോടൊരു സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന പോലെ ആവുമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. ഞാൻ കൂടുതലും അതിനേക്കാൾ പ്രാധാന്യം കൊടുത്തത് ഒരു ഇൻസിഡൻറ്റ് പറയാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം ആയതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞാൽ എനിക്ക് ഓരോ കുഞ്ഞുങ്ങളുടെയും പേഴ്സണായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ എപ്പോഴും അങ്ങനെ സംസാരിക്കുമ്പോഴും ഞാൻ കൂടുതലും ഈ അധ്യാപിക എന്നുള്ള ആ ഒരു ഇഷ്ടത്തിലേക്ക് പോകുന്നത് കൊണ്ടാണ് അവിടെ പ്രാധാന്യം കൊടുത്തത്. എല്ലാ വർഷവും നോട്ട്ബുക്കുകൾ വാങ്ങി കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും. അതായത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കുണ്ട്, അവർക്ക് എല്ലാ വർഷവും പാഠപുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കാറ്. ഇത് വളരെ വളരെ നല്ലൊരു പോയിന്റ് ആണ്. ഇതിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കറിയാം അത് ജെനുവിൻ ആണെന്നുള്ളത്, ചെയ്യുന്ന നിങ്ങൾക്കറിയാം. അപ്പൊ അത് ആ സമയത്ത് തന്നെ പറയാമായിരുന്നു. ബബിത, എനിക്ക് തോന്നുന്നു അശ്വതി ടാസ്ക് പറഞ്ഞപ്പോൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു, എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് കോട്ട് ചെയ്തിട്ട് ബബിതയുടെ സത്യസന്ധത 2 പേരും കൂടെ ചേർന്ന് പ്രൂവ് ചെയ്യണമെന്ന്.
അതായിരുന്നു ടാസ്ക്. എനിക്ക് തോന്നുന്നു അതിൽ നീതി പുലർത്തിയിട്ടില്ല. കാരണം ഒരു ഇൻസിഡൻറ്റ് പോലും ഒരു ന്യായമായ രീതിയിൽ ബബിത പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയാണ്, പ്രത്യേകിച്ച് അങ്ങനെ ഇൻസിഡൻറ്റിലോട്ട് എടുത്തെടുത്ത് പോയില്ല. ശരിയാണ് ബബിത പറഞ്ഞത്, പക്ഷേ അതൊരു കോമൺ സ്റ്റേറ്റ്മെൻറ്റേ ആവുന്നുള്ളൂ. നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് പറയണം എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാളുടെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ 2 പേർക്ക് സെയിം ക്വാളിറ്റീസ് ഉണ്ടാവും. പക്ഷേ ഒരു ഇൻസിഡൻറ്റ് കോട്ട് ചെയ്ത് പറയുമ്പോഴാണ് അവർ ആ ഒരു ഇതിൽ എങ്ങനെ ആ സിറ്റുവേഷൻ ഡീൽ ചെയ്യുമെന്ന് പറയുമ്പോഴാണ് ഒരാളുടെ ആ ഒരു ക്വാളിറ്റി ശരിക്കും ഹൈലൈറ്റ് ആവുന്നത്. ശരി. ബബിത ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ബബിതയ്ക്ക് ഇനി ഇപ്പോൾ ഇതും കൂടെ ആഡ് ചെയ്യായിരുന്നു എന്ന് തോന്നുന്ന എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ? ആ 5 മിനിറ്റിന്റെ കൂടെ ഈ ഒരു ഇൻസിഡന്റും കൂടെ ആഡ് ചെയ്യായിരുന്നു എന്ന് തോന്നുന്ന എന്തെങ്കിലും? ഞാനൊരു സോഷ്യൽ വർക്കർ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ അധ്യാപനത്തിൻ്റെ കാര്യവും പറഞ്ഞു. പിന്നെ മറ്റൊരിത് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു. പിന്നെ ഉള്ളത് ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ അല്ല ബബിത ഈ 3 കാര്യങ്ങളും പറഞ്ഞു എന്നല്ലാതെ ഒരു ഇൻസിഡൻ്റ് ആയോ ഒരു എക്സാമ്പിൾ ആയോ ഒന്നും പറഞ്ഞിട്ടില്ല. എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടില്ല. ഇതിനെ പോയിന്റ് ഔട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇതൊന്ന് സ്ട്രോങ് ആക്കാൻ, ഈ പോയിന്റുകൾ സ്ട്രോങ് ആക്കാനായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റും പറഞ്ഞിട്ടില്ല. നമ്മൾ എവിടെയും ജെനുവിനായി നിൽക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടുന്നത്. ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ നമ്മൾ അവിടെ ജെനുവിൻ ആവുക എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒരുമിച്ച് ഒരേ രീതിയിൽ കണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. അങ്ങനെ ഒരു ഇൻസിഡൻ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും അഭിമാനമുള്ളൊരു നിമിഷമുണ്ട്. ഞാൻ സംസ്ഥാനത്തിലെ ഏറ്റവും മികച്ച ഒരു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അവാർഡ് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് പോയി നിന്ന് വാങ്ങി, കണ്ണുനീരോടെ അഭിമാനത്തോടു കൂടിയും വാങ്ങിയ ഒരു ഇൻസിഡൻ്റ് ഉണ്ട്. അത് എൻ്റെ മാത്രം വിജയമല്ല, അത് ഞാൻ എടുത്തു പറഞ്ഞു. കാരണം അത് ഒരു കൂട്ടായ്മയുടെ വിജയമാണ്. ഞങ്ങൾ എല്ലാവരും കൂടെ എല്ലാവരും, ഞാൻ മാത്രം ഒരു സംഭവത്തിൽ നീതി പുലർത്തിയിട്ട് കാര്യമില്ല. നമ്മൾ മറ്റുള്ളവരെ കൂടെ അതിനകത്ത് ഇൻവോൾവ് ചെയ്യിക്കണം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇത് നേടണം എന്നുള്ളൊരു വാശിയോടുകൂടി നിന്ന് പ്രവർത്തിച്ചിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു അംഗീകാരം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ, ഞാൻ അന്ന് നിന്നിരുന്ന മുതുകുളം ബ്ലോക്ക് പഞ്ചായത്തിന് ഏറ്റവും മികച്ച ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അവാർഡ്. ബബിത ഡ്യൂട്ടിയോട് സത്യസന്ധത പുലർത്തിയതിന്റെ ഭാഗമായിട്ടാണ് അത് കിട്ടിയത്. ഇതുപോലുള്ള ഇൻസിഡൻസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഞാനും നീതി പുലർത്തി, അതോടൊപ്പം തന്നെ എനിക്ക് കൂടെ നിൽക്കുന്നവരെയും അതായത് അവരെയും 100% ഇടിയിക്കാൻ കഴിഞ്ഞു. മാർക്സിലേക്ക് പോവാം. ബബിത 6 മാർക്സ്. ബബിത 7. ബബിത ലാസ്റ്റ് ടാസ്ക് എല്ലാം കഴിഞ്ഞ് 2-3 കാര്യം പറഞ്ഞില്ലേ, അത്രയും സ്ട്രോങ് ആയിട്ട് അപ്പം ആ ഒരു സിറ്റുവേഷനൊക്കെ ക്രിയേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു. അതുകൊണ്ട് ഞാൻ 6. ബബിതേനെ കാണിച്ചു കൊടുക്കാൻ, അറിയാത്തവർക്ക് കാണിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു സമയമായിരുന്നു വേസ്റ്റ് ചെയ്തത്. സോ എൻ്റെ മാർക്ക് 5. ബബിത 5 ബബിതയ്ക്കും 1 മാർക്ക് ജയൻ ചേട്ടൻ അഭിനയം പഠിച്ചതിനും. അപ്പോൾ 6. സോ ഔട്ട് ഓഫ് 50 നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന ടീം ബബിതയ്ക്ക് കൊടുത്തിരിക്കുന്ന മാർക്ക് 30 ആണ്. ഇനി നമ്മുടെ അതർ ടീമിനോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ഇത് അല്പം കൂടിപ്പോയെന്നോ കുറച്ചെങ്കിലും കുറയ്ക്കണമെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് കൂട്ടിക്കൊടുക്കാൻ റൈറ്റ് ഇല്ല. നിങ്ങൾക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് കുറയ്ക്കുക എന്നുള്ളൊരു പോയിന്റ് ആണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ കുറയ്ക്കണമെന്ന് എന്തെങ്കിലും തോന്നലുണ്ടോ? നേരത്തെ പറഞ്ഞ പോയിന്റ്സിലൊന്നും കറക്റ്റായിട്ട് ഒരു തീമായിട്ടൊന്നും വന്നിട്ടില്ല. സോ എനിക്ക് ആസ് എ പേഴ്സൺ ഞാനൊരു 1 കുറയ്ക്കുന്നുണ്ട്. ഓക്കെ, സോ 1 മാർക്ക് ഫെമി അവിടെ പിടിച്ചാണ് ഇട്ടത്. സോ അതുകൊണ്ട് ടോട്ടൽ 30 1 മാർക്ക് കുറച്ചിട്ട് ബബിതയ്ക്ക് ഈ ഒരു കപ്പിൾ റൗണ്ടിൽ കിട്ടുന്ന സ്കോർ 29/50. താങ്ക് യു. സോ നമ്മുടെ 3ാം ഘട്ടത്തിൽ ഇനിയും ഒരുപാട് വ്യത്യസ്തങ്ങളായ കാഴ്ചകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഡിഷ് കോൾ ഡിഷ് വാഷ് മലയാളി വീട്ടമ്മ പ്രസന്റഡ് ബൈ ചുങ്ക ജ്വല്ലറി, കോ ബ്രാൻഡഡ് ബൈ സേര ആൻഡ് ശകുന്തള ഹെർബൽ ഹെയർ ടോണിന്റെ മറ്റൊരു എപ്പിസോഡ് കൂടി ഇവിടെ അവസാനിക്കുകയാണ്. പുതുമയേറിയ കാഴ്ചകളുമായി വീണ്ടും കാണുന്നത് വരെ ഇറ്റ്സ് എ ബൈ ഫ്രം us.